ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാം വെച്ചാൽ സാധനം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് എന്ന് പറയുന്നത് ഗൈസ് ഫിയർ ടു ഫാത്തം എന്ന് പറയുന്ന ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാം വെച്ചവർക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിലോട്ട് തന്നെ പോയേക്കാം. അപ്പോൾ ഈ ഒരു കഥയുടെ കാര്യം ഇതെന്ന് വെച്ചാൽ റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ്. അതിൽ നിന്ന് ഒരു പുള്ളി ഒരു ചെറുക്കൻ സർവൈവ് ചെയ്യുന്നത് ഒരു ഗെയിമാണിത്. അത് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ മിഡിൽ ഓഫ് സമ്മറിൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ടുള്ള സമയത്താണ് തന്നെ നമ്മുടെ പുള്ളിയുടെ പേരൻസും കാറിലൊക്കെ വീക്കെൻഡിന് ട്രിപ്പിനെങ്ങാണ്ട് പോയേക്കുമായിരുന്നു. വർക്കിൻ്റെ ആയിട്ടുള്ളതിൽ ബന്ധപ്പെട്ട് പോക്കുമായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും കളിച്ച് പോകാം. അപ്പോൾ ഇവിടെ അലാറവും കാറിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അലാറം എങ്ങനെ ഓഫാക്കുന്നത് ഇവിടുന്നാണ് കേട്ടോ. അലാറം ഓഫാക്ക് വേണ്ട ഓഫാക്ക്. അതെ, അപ്പോൾ ഗെറ്റപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ നേരത്തെ 8 മണിയായപ്പോൾ എണീച്ചെന്ന് പറഞ്ഞു. രാത്രിയാണോ രാവിലെയാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ, രാത്രി വെളുപ്പിനെ കണ്ടാണ്. ആ സമയത്ത് നമ്മൾ എണീച്ചു. ആ സമയം എണീച്ചതിന് ശേഷം നമുക്ക് എന്തായാലും ഇവിടെ കയറിയിരിക്കാം. ഇവിടെ കയറിയിട്ട് നമുക്ക് ഹോംവർക്കും കാര്യം ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഹോംവർക്ക് ആയിരിക്കാം. I didn't homework that night. I was too hungry after waking up. നമ്മൾ കഴിച്ചൊന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പം I really have to do homework, but I said to say എനിക്ക് ഹോംവർക്ക് ചെയ്യാനാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും ആദ്യം പോയി കഴിക്കാമെന്നാണ് പറയുന്നത്. ഇവൻ എന്താടാ, എന്തായാലും കുഴപ്പമില്ല, ഇവൻ കഴിച്ചിട്ട് വന്ന് ഹോംവർക്ക് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ, മെസ്സേജും കാർഡുമുണ്ട് മോമിൻ്റെ, അതായത് ഇവൻ്റെ അമ്മയുടെ നിന്നാണ് മെസ്സേജ്. ഓക്കെ, അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ പറഞ്ഞത് ഇവൻ്റെ അമ്മ ഒരു ലസാങ്ക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിച്ചാൽ മതി, നീ ഫ്രിഡ്ജിനകത്ത് നോക്കിയാൽ അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നേരെ ഫ്രിഡ്ജ് ഇവിടെ ഫ്രിഡ്ജ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് പോയിട്ട് നമുക്ക് പോയി നേരെ നമ്മുടെ ആ ഒരു ഭക്ഷണം കാറിലെടുക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തില്ല. എവിടെ ശങ്ക? ഓക്കെ, അതാ ഇത് വെള്ളമാണ്. നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കണം. കുറച്ച് വെള്ളം കാരണം കുടിക്കാം. ഇസാങ്കയാണ്. ഇസാങ്ക കൊള്ളാം. വെള്ളം കാരണം കുടിച്ചെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ കുപ്പിയൊക്കെ ഞങ്ങൾ വലിച്ചിറങ്ങിയിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഇതാണോ ഇസാങ്ക? ഇല്ല, ഏതാ? ഇതാണ് കഴിച്ചില്ല ഇസാങ്ക. ഫുഡ് വാസ് കോൾഡ് എന്ന്. അപ്പോൾ ഹീറ്റ് ചെയ്യണം. എവിടെ ഹീറ്റ്? സ്റ്റൗ അല്ല, ഇതിൻ്റെ അകത്ത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഫുഡ് ചൂടാവട്ടെ. അപ്പോൾ അതിന് എല്ലാം വെച്ചൊരു വീഡിയോ കാണുന്ന എല്ലാം വെച്ചൊരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമ്മുടെ പോപ്പി പ്ലേറ്റും ചാപ്റ്റർ 1 വീഡിയോ കാണാൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം വെച്ച് അതൊക്കെ കാണാം. കാരണം ആ കിണ്ണം ഗെയിമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് സാധനം. ചൂടാവുന്നതേ ഉള്ളൂ, നമുക്ക് കുഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവന് ടി വി കണ്ടുകൊണ്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. അവന് അതാണ് ഇഷ്ടമെന്ന്. ഐ പ്രോബബ്ലി ഷുഡ് ഹാവ് ക്ലോസ്ഡ് റെഫ്രിജറേറ്റർ ഡോർ. അതൊക്കെ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പറഞ്ഞ ഇതുവഴി എന്തോ റെഫ്രിജറേറ്റർ ഡോർ. ഏതാ ഡോർ? ഇതാണ് തുറന്നിടക്കത്തില്ലേ? നമ്മളിപ്പോൾ തുറന്നില്ല, അടയ്ക്കൂ. മഴ അടയ്ക്കൂ. ഗൈസ്, കൊള്ളാം കേട്ടോ. നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഒരു പേടിപ്പെടുത്തുന്നത് പ്രേതമല്ല, മറിച്ച് ഇതൊരു മനുഷ്യരാണ് വന്നിട്ട് എന്തോ കുത്തുന്നതോ കൊല്ല ചെയ്യുന്നതോ എന്നൊക്കെ ഉള്ള ഗെയിമാണിത്. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എങ്കിലും എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് കളിച്ച് നോക്കാം. എപ്പിസോഡ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതൊക്കെയാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ടി വി കാണാൻ നമുക്ക് ഓണാക്കാം. ഓണാവ് ടി വി. ഓക്കെ, തേങ്ങിയിട്ടുണ്ട്. ഓണാവില്ല, നമ്മൾ അടുത്ത് പോയി ഓണാക്കണം. എന്തായാലും നമുക്ക് പോയി ഓണാക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ഓണും കാലിലാക്കിയിട്ടുണ്ട്. എന്നാൽ ടി വിയും കണ്ടുകൊണ്ട് നമുക്ക് ഇസാങ്ക എങ്ങാണ്ട് കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റുള്ള സാധനം
കണ്ടിട്ട് എനിക്കും കൊതി വന്നില്ല. പക്ഷേ അതാ അപ്പോൾ എന്നാലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. ഇവൻ ടി വിക്കകത്ത് കാണുന്ന എന്തോ ഒരു പേടിപ്പെടുത്തി ഇവനും അതിനകത്ത് ഹോസായിട്ട് എന്തോ കാണുന്നുണ്ട്. ഈ ഗെയിമും അതുപോലെ തന്നെയാണ്. എന്തായാലും കഴിച്ചോട്ടെ. കഴിച്ചിട്ടെ ഇവൻ എന്തായാലും ടി വി ഞാനെന്തായാലും നോക്കട്ടെ എന്തോ ഈ ഗെയിമും ടി വിയുടെ കാർട്ടൂണായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു ബന്ധവുമില്ല. നമുക്കെന്തായാലും എഴുന്നേക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ പോയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. കയ്യിൽ നടക്കും. അനേസക്രപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് മോമിൻ്റെ ഒരു മെസ്സേജ് വന്നു. ആരോഗ്യ മെസ്സേജ് ഒലീവറുടെ കണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന എന്തോ ടുമോറോ നമുക്ക് കാണാം. ഞാൻ അവിടെ കാണൂല. എന്തൊക്കെയാണ് ഒലീവ് ആരാന്ന് എനിക്ക് അറിയത്തില്ല. ആരാന്ന് ഒരു പെടുത്തോല. എനിക്ക് തോന്നുന്നു ഇവളുടെ ഗേൾ ഫ്രണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്കറിയില്ല ആരാന്നൊന്നും. നമ്മൾ നേരെ ഇതിൽ പാത്രങ്ങളിലൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ഇവിടെ എറിയാറേ പിന്നെ 6 ഇവൻ എന്തോ കാണിക്കണേ. അതെന്തായാലും അവിടെ തന്നെ കിടക്കട്ടെ, വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മണ്ടയ്ക്ക് പോവാം. മണ്ടയ്ക്ക് പോയിട്ട് നമുക്ക് നേരെ ഓക്കെ ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഐ ആം സോറി എന്നിട്ട് എന്തൊക്കെയോ ഐ ആം സോറി അവർക്ക് എന്തായാലും അടുത്ത ദിവസം കാണാമെന്നാണ് പറഞ്ഞത്. നാളെ കാണാം എന്നൊക്കെയാണ് പറയുന്നവർ. എന്തോ ട്രിപ്പിനോ എങ്ങാണ്ടൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും കാറിലൊക്കെ പോയി. പക്ഷേ ഒലിവർ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതാരുമാണെന്ന് എനിക്കറിയില്ല. എങ്കിലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഹോംവർക്ക് ഐ കുഡന്റ് ഫോക്കസ് ബിക്കോസ് ഓഫ് ടി വി നോയ്സ്. നമ്മൾ ടി വി ഓഫാക്കാൻ മറന്നു ഗൈസ്. നമ്മളപ്പോൾ ടി വിയും കാണും പോയി ഓഫാക്കിയിട്ട് വരാം. ഞാനും മറന്നു, ഇവനും മറന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി ടി വിയും കാണും ഓഫാക്കാം. അതിന് മുന്നേ നമുക്ക് ഉറങ്ങാൻ പറ്റുക നോക്കാം. ഓൾവേസ് മൈ ഡോർ ബിഫോർ ഗോയിങ് ടു ബെഡ്. ഇവനപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡോർ അടയ്ക്കുകയും വേണം. ഓക്കെ, നമുക്കൊരു ട്രിക്ക് ചെയ്ത് നോക്കാം. ഇത് അടച്ച് നമുക്ക് അടച്ചതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. മനസ്സിലായോ? ഓക്കെ, ഇതെന്താ അവിടെ നമുക്ക് എന്തായാലും പോയി ടി വിയും കാരണം ഓഫാക്കാം. ആണോ വേണ്ട, നമുക്ക് ടി വിയൊക്കെ പിന്നെ ഓഫാക്കാം. അപ്പോൾ ഈ ഡോറും കാരണം നമുക്ക് അടച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്തായാലും തുറക്കാൻ പറ്റുമായിരിക്കും, അടയ്ക്കാൻ പറ്റുമായിരിക്കും ഗൈസ്. ഇത് അടയ്ക്കാനും പറ്റുന്നില്ല. ഈ ഡോറെന്ന് നല്ല ഗ്ലിച്ച്. അയ്യോ ഇതെന്താ ഇതിനകത്ത് പ്രാതം കയറുക. അതാ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ബെഡ്റൂമിൽ പോയി കിടന്നിട്ട് വരാം. എന്തായാലും നമുക്ക് സെറ്റായിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമിൽ പോയി കിടന്നിട്ട് വരാം. കിടക്കാൻ പറ്റുമോ നോക്കാം. ഐ ഹാഡ് ടു ബെഡ് ഒക്കെ മുഞ്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹോംവർക്ക് കാരണം ചെയ്യാം. I couldn't focus because of TV noise downstairs. അപ്പോൾ ഹൊററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നിട്ടുണ്ട്. പഞ്ചായത്തൊരു ഇതാണ്, പേടിപ്പെടുത്തുന്നതാണ്. ഞാൻ കുറച്ച് പേടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പതിയെ പോവാം. അപ്പോൾ ടി വിയുടെ കാരണം ഓഫാക്കി ചെട്ടി വരാം. എന്നിട്ട് ബാക്കി എന്ന് നടക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും ടി വിയും കാരണം നമുക്ക് ഓഫാക്കിയിട്ട് വരാം. എന്നിട്ട് ടി വിയും കാരണം ഓഫാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെഡിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ടി വിയും കാർഡൊക്കെ ഓഫാക്കി. അങ്ങനെ ടി വിയും കാർഡ് ഓഫാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ വന്ന് നമ്മൾ ഹോംവർക്കും കാർഡൊക്കെ ചെയ്തതിന് ശേഷം 12:38 AM അതായത് രാവിലെയായി. അവൻ ഇന്നലെ ആയിരുന്നു ഹോംവർക്ക് ചെയ്തത്. അപ്പോൾ ഐ ഗോൺ വിത്ത് ദ ബെഡ്. അപ്പോൾ അവൻ ഹോംവർക്ക് കഴിഞ്ഞ് തീരുന്നത് 12:38 AM-ലായിരുന്നു. അതായത് രാത്രി സമയമാണ്, വെളുപ്പിനെയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അപ്പോൾ അങ്ങനെ മെസ്സേജും കാറിലും വന്നു മോമിൻ്റേത്. ഡോൺ സ്റ്റേ ഔട്ട് ഓഫ് എർത്ത്. അപ്പോൾ എന്തായാലും പറയുന്നു എന്തോ ഡോൺ സ്റ്റേ പ്ലേ എന്തോ വെളിയിലോട്ടൊന്നും പോലെന്നാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കാണുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നേരെ നമ്മുടെ ബെഡിൽ കിടന്ന് നമുക്കിനി അടുത്ത രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എഴുന്നേക്കാം. ഓക്കെ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ രാവിലെയും കാലമായിട്ടുണ്ട്. 1:16 ഗൈസ്, AM ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് എനിക്ക് എന്തായാലും എഴുന്നേക്കണം, കണ്ട് കുറച്ച് വെള്ളം വേണമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഗെറ്റപ്പ് ചെയ്യാം. രാത്രി ഭയങ്കര രാത്രിയുണ്ട് ഗൈസ്, ഭയങ്കര ഇട്ടും കാലൊക്കെ ആയി. അപ്പോൾ എന്തായാലും ലൈറ്റാകെ നമ്മുടെ വീടിൻ്റെ അവിടെ ആയിട്ടുള്ളൊരു ലൈറ്റേ ഉള്ളൂ, ആ ഒരു ലൈറ്റേ ഉള്ളൂ. ബാക്കി ലൈറ്റൊക്കെ നമ്മൾ ഓഫാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ
നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. ആ വീട് നമ്മുടെ അയൽവക്കം അല്ലെ നെയ്ബറാണ്. അപ്പോൾ ഇവിടൊക്കെ വരുമ്പോൾ എനിക്കെന്തോ പേടി പോലെ ഉണ്ട് ഗൈസ്. ആരിലൊക്കെ ഇനി പെട്ടെന്ന് വരുമെന്നറിയില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും വെള്ളവും കാറിലും കുടിച്ച് നമുക്ക് നേരെ നമ്മുടെ ബെഡ്റൂമിൽ തിരിച്ചു പോകാം. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളവും കാറിലും എടുക്കാൻ നമ്മളെന്നാലും അടുക്കളയിലും കാറിലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രിഡ്ജിനകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും വാട്ടർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ കൊണ്ട കുപ്പി ബോട്ടിൽ നമ്മൾ വെറുതെ കൊണ്ട കളഞ്ഞാണ്. എന്തായാലും നമുക്ക് വെള്ളവും കാറിലും കുടിച്ച് നമുക്ക് നേരെ നമ്മുടെ ബെഡിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വെള്ളവും കാറിലൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളവും കാറിലൊക്കെ കുടിച്ചതിന് ശേഷം ഫ്രിഡ്ജും കാറിലൊക്കെ അടച്ചതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ബെഡ്റൂമിൽ പോയിട്ട് പോകാം. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെളിയിൽ ഇറങ്ങില്ല അങ്ങനെയൊക്കെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണെന്നൊന്നും ഒരു പിടുത്തമില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്കെന്തായാലും നമ്മുടെ എന്താ പറയുക ബെഡ്റൂമിൽ പോവാം. എന്തായാലും നമുക്ക് കുപ്പിക്കാറിലൊക്കെ വെച്ചപ്പോൾ എന്തായാലും ബെഡ്റൂമിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ബെഡ്റൂമിൽ കാറിലും പോവാണ്. അപ്പോൾ വീഡിയോ ആണെന്നെല്ലാം വെച്ചാൽ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ വേണ്ടി ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിരിക്കും ഇനി തൊട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ജസ്റ്റ് കഥയൊക്കെ അടച്ചതിന് ശേഷം ജസ്റ്റ് വന്നപ്പോൾ മോമിലൊരു മെസ്സേജ് വന്നു, അറ്റാച്ച്മെൻറ്റ്. ഓ ഗൈസ്, ആരോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ഗൈസ്. ആരോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. അതാരാന്നറിയില്ല. ഓക്കെ, പുള്ളി പറഞ്ഞത് ഹൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, വീടിൻ്റെ വെളിയിൽ ഇറങ്ങല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് എന്തായാലും ഹൈഡ് ചെയ്യാം. ഞാൻ എന്തായാലും പേടിക്കുന്ന ഒരാളാണല്ലോ. പക്ഷേ എങ്കിൽ അല്ല, നമുക്ക് എന്തായാലും നോക്കാം ആരാണ് വെളിയിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ അറിയത്തില്ല, കുറേ നേരം ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വെളിയിലും കാറിൽ ഇറങ്ങാം. ഇത് നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കുമല്ലോ അവിടെ. ഇത് കിടക്കാൻ പറ്റുമോ നോക്കാം. കിടക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് പുള്ളി അവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറുക്കന് കുറച്ച് പേടി പാനിക്കാവുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഫിയറാണ് ആൾക്ക്. പിന്നെന്ന് പറയുന്നത് ആരാന്നറിയത്തില്ല. എനിക്ക് ചിലപ്പോൾ ഈ സ്റ്റോക്കറൊക്കെ ഇല്ല, അതായത് ഇപ്പോൾ റോബറി ചെയ്യാൻ വരുന്നവർ അവരൊക്കെ തന്നെ ആയിരിക്കും, അല്ലെ കുത്തുകെട്ട് അങ്ങനെ നമ്മുടെ സ്റ്റോക്കേഴ്സ് അവരൊക്കെ ആയിരിക്കും കേസ്. അപ്പോൾ ഈ ഒരു റിയൽ ബേസ്ഡ് ഓൺ സ്റ്റോറിയാണ്. ഇവൻ ഈ ചെറുക്കൻ സർവൈവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വീട്ടിലോട്ട് പോകാം. എന്തായാലും ഇവിടോട്ട് വരുമ്പോൾ നമുക്കെന്തോ ഇവിടെ എന്തോ വരും. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വല്ലതും ഓക്കെ. അപ്പോൾ മെസ്സേജും കാർഡിലും വന്നിട്ടുണ്ട്, നീ ഒരു കാരണവശാലും കതവ് തുറക്കലിൽ, നീ ഡോണ്ട് ആൻസർ ദ ഡോർ. കതവ് മുട്ടും എങ്കിലും ആൻസർ കൊടുക്കല്, നീ പോയി നേരെ ബെഡ്റൂമിൽ പോയി ഹൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം ക്രൗച്ച് ചെയ്തിട്ട്. ഓ ഗൈസ്, ഐ ട്രൈ ടു begin though the blinds he looked straight to me. I felt my heart skip a beat. ഓക്കെ, പുള്ളിക്കാരൻ നോക്കുമ്പോൾ ഇതൊക്കെ പേടിച്ചു പോയിട്ടുണ്ട്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഏകദേശം ഇതായി. ഇതിന് കുഴപ്പമില്ല. അപ്പോൾ ഡോറും കാര്യം നമുക്ക് തുറന്നാലോ ഗൈസ്. എന്തായാലും ഒരു മിസ്റ്ററി വേണ്ടേ. എന്താണ് പുള്ളിക്കാരൻ ഇപ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ വെളിയിൽ പോയി നോക്കി, അതായത് ക്രൗച്ച് ചെയ്ത് നോക്കി, അന്നേരം ആ പുള്ളിക്കാരനെ കണ്ടു. എന്തായാലും നമ്മുടെ ഓപ്പോസിറ്റ് ആ ഒരു വീട്ടിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ കള്ളയച്ചേക്കുന്നത്. പുള്ളിക്കാരിയെ നമ്മുടെ പൗള എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ്, അവൻ തോന്നുന്നു. പുള്ളിക്കാരി ആണ് മെസ്സേജും കണ്ടിട്ട്. പുള്ളി നമ്മുടെ അയൽവക്കക്കാരാണ്, അയാളാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് വേറെ നമ്മുടെ ഡോറും കാറിലും തുറക്കാം, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ക്രൗച്ച് ചെയ്ത് നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ. എന്തായാലും നമുക്ക് ഡോറും കാറും തുറന്നാലോ കേസ് ഒന്ന്. ചുമ്മാ രസത്തിന് എന്ത്, നിങ്ങളും കാണേണ്ട ആരായിരുന്നു നേരിലൊക്കെ വരുത്തേ അല്ലേ. എന്തായാലും നിങ്ങൾ പേടിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊരു ഗെയിം കളിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പേടിയും എത്രത്തോളം ഹൊററാണെന്ന്. അപ്പോൾ ഇവിടെ ടി വിയും കാരണം എന്തോ ഓണായി കിടക്കുകയാണ്, നോ സിഗ്നൽ എന്നൊക്കെ. ഗൈസ് എന്ത് സംഭവം, ഇവിടെ എന്തോ നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് ഡോറും കാർഡും തുടക്കാൻ എന്നിട്ട് എന്താ നടക്കുന്നത്. ഇവിടെ ആരും ഇല്ല. ഓക്കേ, ഞാൻ പറയില്ലേ, ഏതൊരു സ്റ്റോക്കർ വന്ന് നമ്മുടെ തലക്കിട്ടോ എന്തോ കഴുത്തിട്ട് അങ്ങോട്ട് കുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മച്ചർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാ മച്ചർക്കും ബൈ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.